നമസ്കാരം. ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടപടലം പൊളിഞ്ഞിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂർ വിഷയത്തിൽ ഇതുവരെ യാതൊരു അഭിപ്രായവും മൊഴിയാതെ മൗനിയായി നിൽക്കുകയാണ് പ്രധാനമന്ത്രി. എന്നാൽ ഇപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയെങ്കിലും മൗനം വെടിയണമെന്ന് AICC നേതാവ് ഗിരീഷ് ചോദർ പറഞ്ഞു. മണിപ്പൂരിൽ നടത്തേണ്ടത് രാഷ്ട്രീയപരമായ ഇടപെടലുകളല്ലെന്നും ഗിരീഷ് ചോദർ പറഞ്ഞു. മണിപ്പൂരിലെ കലാപം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെ AICC രംഗത്തെത്തിയത്. മണിപ്പൂർ കലാപം ആരംഭിച്ചതിന് ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് 3 തവണ സന്ദർശിച്ചു. അദ്ദേഹത്തിന് കഴിയും വിധത്തിൽ മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഗിരീഷ് ചോദർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കലാപം രൂക്ഷമാകാൻ പ്രധാനമന്ത്രി മനഃപൂർവ്വം സംസ്ഥാനത്തേക്കുള്ള സന്ദർശനം നീട്ടിവെക്കുന്നതാണെന്നും AICC പ്രസിഡന്റ് പറഞ്ഞു. മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരുവരും സംസ്ഥാനത്ത് സമാധാനാന്തരീക്ഷം കൊണ്ടുവരുന്നതിനായാണ് ശ്രമിക്കുന്നതെന്ന് തങ്ങൾക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ ഗവർണറെ ഉടനടി സ്ഥലം മാറ്റിയതിൽ സംശയിക്കത്തക്ക വിഷയങ്ങളുണ്ടെന്നും ഗിരീഷ് ചോദർ ചൂണ്ടിക്കാട്ടി. മണിപ്പൂരിലെ ജനങ്ങൾ ഭയത്തിലൂടെയും ആശങ്കയിലൂടെയുമാണ് മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും പറയുന്നത് തങ്ങൾ കേട്ടിട്ടില്ലെന്നും AICC മണിപ്പൂർ ഇൻചാർജ് കൂടിയുള്ള ഗിരീഷ് ചോദർ പറഞ്ഞു. 66 ഇഞ്ച് നെഞ്ചിൽ അഭിമാനം കൊണ്ടിട്ടും ഒരു ചെറിയ സംസ്ഥാനത്തെ കുറിച്ച് സംസാരിക്കുന്നതിൽ പ്രധാനമന്ത്രി സമയം കണ്ടെത്തുന്നില്ല. ഇനിയെങ്കിലും ആ സുവർണ മൗനം മോദി വെടിയണമെന്നും AICC നേതാവ് പറഞ്ഞു. സംസ്ഥാനത്തെ വിമത ഗ്രൂപ്പുകളെ അടിച്ചമർത്തണമെന്നും ഹൈടെക് ആയുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉടൻ അന്വേഷണം ആരംഭിക്കണമെന്നും AICC നേതാക്കൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനം സന്ദർശിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മണിപ്പൂരിൽ താൽക്കാലികമായി സംസ്ഥാന സർക്കാർ ഇന്റർനെറ്റ് നിർത്തിവെച്ചിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ മാറ്റണമെന്ന ആവശ്യവുമായി നടത്തിയ പ്രതിഷേധ മാർച്ചിടെ വിദ്യാർത്ഥികൾ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് മണിപ്പൂർ സർക്കാർ ഇന്റർനെറ്റ് നിർത്തിവെച്ചത്. ചൊവ്വാഴ്ചയാണ് സർക്കാർ ഇന്റർനെറ്റ് താൽക്കാലികമായി തടസ്സപ്പെടുത്തിയത്. 5 ദിവസത്തേക്കാണ് നടപടി. ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ് ജില്ലകളിൽ സർക്കാർ കർഫ്യൂവും തൗബാലിൽ നിരോധന ഉത്തരവുകളും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്വേഷ ചിത്രങ്ങൾ, പ്രസംഗങ്ങൾ, വീഡിയോ എന്നിവ പ്രചരിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തടയാനാണ് ഇന്റർനെറ്റ് നിരോധിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.